പ്രിയമുള്ളവരെ, മഴ ശുഭലക്ഷണമാണെന്നാണ് പറയാറുള്ളത്. ശുഭലക്ഷണം തന്നെയാണ്. പലപ്പോഴും നാടിൻ്റെ ഐശ്വര്യത്തിന് സഹായിക്കും. പക്ഷേ എൻ്റെ മകൻ, രണ്ടാമത്തെ മകൻ, അവന് 3ാം ക്ലാസ്സിൽ അവൻ ചൊല്ലുന്ന കവിത ഇംഗ്ലീഷിലായിട്ട് റെയിൻ കൊൽവേ ഇറ്റിൽ ജൂളി വാണ്ട്സ് ടു പ്ലേ. ഞാൻ അവനോട് അർത്ഥം ചോദിച്ചു. അവന് അർത്ഥം പറഞ്ഞു തന്നു. അതായത് മഴ പോയിട്ട് പിന്നീട് വരണം, ജോണിക്ക് കളിക്കണം എന്നാണ് അർത്ഥം. അതിന് മഴയത്ത് വേറൊരു ദിവസം വന്നാൽ പോരെ. ഇവിടെ ജോണിയെ പോലെയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം, സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മേക്കപ്പ് രംഗത്തും പ്രൊഡക്ഷൻ രംഗത്തും എല്ലാ രംഗത്തും ജോലി ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ ഞാൻ കൂടുതൽ ദീപിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസംഗം പോലെ തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ എനിക്ക് ഏറ്റവും ബഹുമാനത്തോടെ എൻ്റെ ദൈവമാണ് ഇവിടെ നിൽക്കുന്നത്. അത്ര എനിക്ക് പറയാം. അതിന് പറഞ്ഞ ഇതാരെന്ന് ചോദിച്ചാൽ ഭാർഗവനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം അറിയപ്പെടുന്നത് ബർഗർ ഭാർഗവൻ എന്നാണ്. ബർഗറും പിസയുമായിരുന്നു. വീടാന്തരം കച്ചവടം നടത്തുകയായിരുന്നു ഭാർഗവണ്ണൻ്റെ അച്ഛൻ വേലായുധൻ. ഇല്ലേണ ഈ മൂപ്പരെ അച്ഛൻ്റെ സമയത്ത് ഈ ബർഗറും പിസയൊക്കെ ഉണ്ടോ? അന്നേ ഉണ്ട്, വേറെ പേരിലായിരുന്നു എന്ന് മാത്രം. അത് ചിലര് മടക്കസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അതായത് 2 ബന്ന് വെച്ചിട്ട് അതിൻ്റെ നടുവിൽ ജാമും മറ്റേ ഫ്രൂട്ട്സും ഒക്കെ കൂടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ട് കൊടുക്കും. അതല്ലാതെ ചില അസൂയാലുക്കൾ റൊട്ടി കച്ചവടം എന്ന് പറയുന്നുണ്ട്. റൊട്ടി കച്ചവടം ഇല്ല. റൊട്ടി എന്നുള്ളൊരു സംഭവം വേറെ അപ്പുറത്തെ വീട്ടിലുള്ള ദാമോദരൻ്റെയാണ് റൊട്ടി കച്ചവടം. അത് തെറ്റിദ്ധാരണ വരുത്തിയാൻ ഇടയായിട്ടുണ്ട്. അത് ഭാർഗവണ്ണനാണ് ആ റൊട്ടി കച്ചവടം എന്ന് പലരും തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. അത് ശരിയല്ല, ഞാൻ സാക്ഷിയാണ്. വേലായുധനെ സംബന്ധിച്ചുള്ള പിസ, ബർഗർ, അന്നത്തെ ലെവലിലുള്ള എല്ലാ ഫ്രൈഡ് ചിക്കൻ ഇല്ലേണ്ണ, ഫ്രൈഡ് ചിക്കൻ ഉണ്ടായിരുന്നു. അണ്ണൻ്റെ അച്ഛൻ വേലായുധണ്ണൻ റോഡ് സൈഡിൽ ഇരുന്നല്ല, റോഡ് സൈഡിൽ ഇരുന്നല്ലോ, റോഡ് സൈഡിൽ ഇരുന്നല്ല. ഈ ഫ്രൈഡ് ചിക്കനൊക്കെ തുടങ്ങി വെച്ച മറ്റേ KSEBിന്റെ മുതലാളിയല്ലേ? ഇലക്ട്രിസിറ്റി ബോർഡ്, KSFE എന്ന് പറഞ്ഞാൽ KSFE അല്ല ഫ്രൈഡ്. KSFE എന്ന് പറഞ്ഞാൽ ചിട്ടി ബിസിനസ്സാണ്. അത് ആദ്യം മനസ്സിലാക്കണം. അറിവില്ലാത്ത കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ഭാർഗവണ്ണൻ എന്ന് പറഞ്ഞാൽ അറിവിന്റെ ഭണ്ഡാരമാണ്, അറിവിന്റെ ട്രഷറി. അറിവിന്റെ ഭണ്ഡാരാണെന്നൊക്കെ പറഞ്ഞ മോശമല്ലേ? ഭണ്ഡാരമല്ല, ഭണ്ഡാരം. അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ അറിവാണ്. ഇദ്ദേഹം തേപ്പിന്റെ കാര്യം ഞാനിവിടെ തേപ്പെന്ന് ഉള്ള അല്ല, തേക്കുന്ന ഒരാള് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുത്തുണ്ട്, തേപ്പുകാരനുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആരോപണവും അണ്ണന്റെ പേരിൽ വന്നിട്ടുണ്ട്. അവന്റെ പേര് ഗോവിന്ദൻ, എൻ്റെ പേര് തന്നെയാണ്, തരണി ഗോവിന്ദനല്ലേ, അവൻ്റെ പേര് തേപ്പ് ഗോവിന്ദൻ. അപ്പോൾ അതും അണ്ണൻ്റെ പേരിൽ ആരോപണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടുമല്ല എന്ന് ആദ്യമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തണം. ഒരിക്കലും സാർ തേപ്പ് മാർഗവനും ഇല്ല, റൊട്ടിക്കോ ഒരു സംശയമില്ല. അവർക്കൊക്കെ അണ്ണൻ ലോട്ടറി അടിച്ചത് അണ്ണൻ്റെ കഴിവാണ്. അണ്ണനൊരു സിനിമ നിർമ്മിക്കാനുള്ള ആഗ്രഹം ഉണ്ട്. ഇത് പ്രശസ്തിക്ക് അണ്ണൻ ഒരു കാര്യം ആദ്യമേ പറഞ്ഞു, അണ്ണൻ്റെ വലിയ മനസ്സ് കഥയിലൊന്നും അണ്ണൻ ഇടപെടില്ല. നല്ലൊരു സിനിമ മാത്രമാണ് അണ്ണൻ ആവശ്യം. അത് ഓടിയാൽ സന്തോഷം. ഇല്ലേണ? ഓടണമല്ലോ, ഓടിക്കും. അണ്ണൻ പറയുന്നത് അതാണ്, ഓടിയാൽ എന്നല്ല, ഓടണം. സാധാരണ ഓടിക്കാറാണ് പതിവ്. ഓടും. അപ്പൊ നമുക്ക് കഥ ചർച്ചയിലേക്ക് കിടക്കാം. കഥ എടുത്താണ് സോദരൻ. ഇത് ഈ സോദരൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഥ മിനിറ്റിന് മാറിക്കൊണ്ടിരിക്കും. അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം മാറ്റിത്തരും. ഓ അങ്ങനെ നമുക്കിപ്പോ ഓംലെറ്റ് ഓർഡർ ചെയ്തു, ഓംലെറ്റ് ഇഷ്ടപ്പെട്ടില്ലേ ബുൾസായി, ബുൾസയില്ലേ പുഴുങ്ങി, പുഴുങ്ങില്ലേ പച്ചമുട്ട, ഇതിൽ ഏത് വേണോ സോദരൻ. അപ്പൊ ഈ മുട്ട എന്ന് പറഞ്ഞാൽ സോദരനാണ്, സോദരൻ എന്ന് പറഞ്ഞാൽ മുട്ടയാണ്. ഭാവനയുടെ കാര്യത്തിൽ കോഴിമുട്ടയാണ് സോദരൻ. ഭാർഗവ് സാറ് ഇതിനും അഭിനയിച്ചിട്ടുണ്ടോ? സാറിനെ കണ്ട് ഭയങ്കര മുഖപരിചയം പോലെ. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് അണ്ണൻ ഈ സിനിമ എടുക്കാനുണ്ടായ ഒരു കാരണം കൂടെ ഉണ്ട്, അതും കൂടെ ഇതിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അണ്ണൻ ഒരു നാടകത്തിൽ നമ്മുടെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്
KAC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. KAC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അല്ലാതെ എന്തൊരു ചെറുതായിട്ടുള്ള ഇല്ല. ഇല്ല, ഞാൻ പറഞ്ഞ പറയാം. KAC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, KAC ആർട്സ് ആൻഡ് സ്പോർട്സ്. അത് കിട്ടിയല്ലോ. KAC എന്ന് പറഞ്ഞാൽ K. അരവിന്ദൻ ചെല്ലപ്പൻ, രണ്ടുപേരുണ്ട്, K. അരവിന്ദൻ ആൻഡ് ചെല്ലപ്പൻ. KAC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അവരുടെ സ്മാരകത്തിലായിട്ട് നാടകത്തിൽ അണ്ണ അഭിനയിച്ചു. ഒരു കുടുംബത്തിലൊരു കൊലപാതകം നടക്കുകയാണ്. വലിയ ഈ മർഡർ മിസ്റ്ററി എന്ന് പറയില്ലേ, മർഡർ മിസ്റ്ററി എന്ന് പറയില്ലേ, അത് തന്നെ. അത് ആ കുറ്റാന്വേഷണ ബന്ധപ്പെട്ട 7 സീനുണ്ട് നാടകത്തിൽ. അണ്ണൻ ഇതിലെ നായകനാണ്, അതായത് തറവാട്ട് കാരണവരാണ്. ഉണ്ട് കൈമളായിട്ടാണ് അണ്ണ അഭിനയിച്ചത്. കൈമൾ ക്രിസ്ത്യാനിയല്ലേ? കൈമളില്ല, കൈമൾ ഹിന്ദുവാണ്. മൈക്കിളാ ക്രിസ്ത്യാനി, സോറി. മൈക്കിളും കൈമളും കൂടെ മാറിപ്പോയി. മൈക്കിള് ക്രിസ്ത്യാനാണല്ലോ, ഡിക്രൂസ്, അതുകൊണ്ട് മൈക്കിൾ എന്ന് വിചാരിച്ചു. അതാണ് അണ്ണ വിശാലമായിട്ട് അഭിനയിക്കുന്നത്. നമ്മുടെ ഈ വിശാലായിട്ട് എന്താണ് ശരിക്കില്ല ആ സംഭവം എന്താണ്? അത് പിന്നെ പറയാം. കൈമളിന്റെ ഭാര്യ വിശാലമായിട്ട് അഭിനയിച്ചിരുന്ന നടി, അവക്ക് ഭാർഗവണ്ണന്റെ അടുത്ത് സ്നേഹം. ഭാർഗവണ്ണൻ എന്നും അവക്ക് റൊട്ടി കൊടുക്കും. അല്ല, ബർഗർ ഈ 2 ബന്ന് ഇങ്ങനെ വെച്ചിട്ട് ഈ 2 റൊട്ടി ഒട്ടിക്കുമ്പോഴാണ് ബർഗർ ഉണ്ടാവുന്നത്. റൊട്ടിയല്ല, ബർഗർ കൊടുത്തു. ബർഗർ എന്നും കൊടുക്കും. പിന്നെ ഇലയപ്പല്ലോ, പിസയല്ലേ, പിസ. ഈ ഇലയപ്പം ചക്കയപ്പൊന്നല്ല, പിസ ഇങ്ങനെ കൊടുക്കും. ഇലയിൽ പൊതിഞ്ഞു കൊടുക്കും. പിസ കറക്റ്റ്, ഇലയെ പൊതിഞ്ഞു കൊടുക്കും. ഇലയെ പൊതിഞ്ഞ് പിസ കൊടുക്കും. അങ്ങനെ പ്രേമമായി. അണ്ണന്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഒന്നുകിൽ പിസ അല്ലെങ്കിൽ നിന്റെ കാമുകി വിശാല. വിശാല എന്ന് പറഞ്ഞാൽ വിശാല ആ വേഷം എടുത്ത നടിയുടെ പേര് ഞാൻ പറയില്ല. കാരണം വെച്ചാൽ റൂളുണ്ട്, ഇരയുടെ പേര് പറയാൻ പാടില്ല. ഇവിടെ ഇപ്പൊ ഇരയുടെ കാര്യം പറയേണ്ട കാര്യം, ഇരയുടെ പേര് പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അന്ന് കുറച്ച് നിർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായി. അണ്ണൻ്റെ പേരിൽ ഒരു തെറ്റിദ്ധാരണയൊക്കെ വന്നു. അണ്ണനാണ് ആ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചെന്നൊരു വാർത്ത നാട്ടിൽ വന്നു. അണ്ണനല്ലാതെ ഇരുട്ടത്ത് അണ്ണനെ പോലുള്ള ഒരാൾ എനിക്കറിയാം. അണ്ണനെ പോലെ ഇരുന്നു, ദൂരെ കണ്ട അണ്ണനെ പോലെ ഇരിക്കും. ഈ സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്നു അവിടെ. ഞാനിത് എനിക്കറിയാം, അണ്ണനല്ല എന്നുള്ളത് എനിക്കറിയാം. ഞാൻ കാരണം വെച്ചിരുന്നാല് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് അണ്ണൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അണ്ണനെ കാണുന്നു, ഇറങ്ങി ഓടിയത് അണ്ണനെ പോലെ ഒരാള്. അതും തെറ്റിദ്ധരിച്ച് എന്തോന്നാണ് ഈ സാർ ചെല്ലുന്നതെല്ലാം തെറ്റിദ്ധാരണ. നാടകം നല്ല അസല് നാടകമാണ്. നമ്മുടെ ഇവൻ ഫൽഗുന എഴുതിയ നാടകം. കോട്ടപ്പുറം ഫൽഗുനൻ അറിഞ്ഞൂടെ? ഫേമസ് അല്ലേ ഫൽഗുനൻ സാറൊക്കെ നമ്മുടെ ഒരു ഗുരുതുല്യൻ ആയിട്ട് വരും. കൈമളിന്റെ മകന്റെ കൊലപാതകം നടക്കുകയാണ്. ആദ്യം ഫസ്റ്റ് സീനിൽ നടക്കുകയാണ്. അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഓഫീസർ വരികയാണ്. പോലീസുകാരെല്ലാം കൂടെ ഒന്ന് അന്വേഷിക്കുന്നു. അണ്ണൻ്റെ അടുത്ത് ചോദ്യം ചെയ്യുന്നു, മകളുടെ അടുത്ത് ചോദ്യം ചെയ്യുന്നു, കൈമളിന്റെ ഭാര്യയുടെ അടുത്ത് ചോദ്യം ചെയ്യുന്നു. ലാസ്റ്റിൽ കൈമൾ പറയാണ്, അതേ എന്റെ മകനെ ഞാൻ തന്നെയാണ് കൊന്നത്. കയ്യടി കിട്ടേണ്ടല്ലേ? കയ്യടി പുരിഞ്ഞ കയ്യടി റിഹേഴ്സലിനൊക്കെ അണ്ണൻ തകർത്ത് അഭിനയിച്ചാണ്. സ്റ്റേജിൽ വന്നപ്പം ചെറിയൊരു പ്രശ്നം പറ്റി. അണ്ണാ ഞാൻ പറയാനല്ലേ അണ്ണാ, അപകടമാണ്. അല്ല, അതല്ലേ സംഭവം എന്ന് വെച്ചാൽ ഈ സ്റ്റേജിൽ വന്നപ്പോൾ ഇതേപോലെ അണ്ണൻ പറയേണ്ടത് അതേപോലെ ഞാൻ കൊന്നു പറയണം 7ാമത്തെ സീനിൽ. അവിടെ ഈ സ്റ്റേജിൻ്റെ സൈഡിൽ ഞാനാണെന്ന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. വേറെ ആരോ, ഞാൻ അടിക്കൊന്നുമില്ല, ഇന്നും അടിക്കില്ല, അതൊക്കെ അറിയാമല്ലോ. അത്രേ ഉള്ളൂ, ഞാൻ അടിക്കാറില്ല. പക്ഷേ അണ്ണൻ കുടിക്കാനുള്ള വെള്ളം ചോദിച്ചപ്പോൾ നാടകം തുടങ്ങുന്ന മുമ്പ് വേറെ ഏതോ സാമദ്രോഹി ഇത് കൊണ്ടുപോയി കൊടുത്തു. ഈ ഞാൻ അണ്ണ ഇതെടുത്ത് അറിയില്ല, അണ്ണ അറിയില്ല. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചിരുന്നാൽ 7ാമത്തെ സീനിൽ ഞാനാണ് കൊന്നതെന്ന് പറയേണ്ട അണ്ണൻ 2ാമത്തെ സീനിൽ പോലീസുകാർ വരുന്നപ്പോൾ പറഞ്ഞു ഞാനാണ് അവനെ കൊന്നത്. നാടകം പൊളിഞ്ഞില്ല. ആൾക്കാരെല്ലാം കൂടെ സ്റ്റേജിൽ കയറി അണ്ണനെയൊക്കെ എടുത്തിട്ട് ഇടിച്ചെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇടിച്ചില്ല. ആ ഒരു പരുവത്തിലില്ലാണ്. അതും കഴുത്തിലൊക്കെ പിടിച്ച് എനിക്ക് ഇടി കിട്ടി. കാരണം വെച്ചാൽ നാടൻ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഒന്നും അതൊന്നും ഓർമ്മയില്ല. അണ്ണൻ ആദ്യത്തെ ഇടിയിൽ തന്നെ അണ്ണൻ താഴെ വീണു. ഓർമ്മയുണ്ട്. ഞാൻ തന്നെ ആശുപത്രി കൊണ്ടുപോയത്. രണ്ടാഴ്ച ആശുപത്രി കിടന്നു. ഈ പാട്ടിയ മുട്ടയും
പട്ടച്ചാരയും കൊടുത്ത് ഞാനാണ് അല്ല ശരിയാക്കി. കേസ് വിലക്കാനാണല്ലോ ഞാൻ കിടന്നത്. അതെ അതെ കേസ് വിലക്കാനാണ്. ദേഹത്തൊന്നും ഇത് നോക്കി ഡോക്ടർ പ്ലസ് ഇല്ല പൾസാ അത് തന്നെ അതില്ലെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ രണ്ട് കൽപ്പിച്ച് ഞാൻ ഒരു പൊട്ടി കൽപ്പിച്ച് ദൈവമേ നല്ലവരെ നീ പരീക്ഷിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു കരച്ചിൽ ഞാൻ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞു ഒന്നിൻ്റെ പ്രാർത്ഥന വിളിച്ചു, അദ്ദേഹം ജീവനോടെ ഇരിപ്പുണ്ട്. കൂടെ ഉണ്ട്, അന്ന് മുതൽ കൂടെ ഉണ്ട്. അന്ന് ഈ പറഞ്ഞ ഈ നാടൻ കളിച്ച് പക്ഷെ ഉമാര് വല്ലാതെ എന്നെ ഇടിച്ചു പറഞ്ഞു കേട്ടോ. വേറെ ആരെയാണ് ഇന്ന് അണ്ണന് ഗുണ്ടകളുണ്ട്, എത്ര എണ്ണം അറിയാം? 14 ഗുണ്ടകളുണ്ട്. 14 ഗുണ്ടകളുണ്ട്. ഇന്ന് രാവിലെ ഒന്ന് അണ്ണൻ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്, അതിൽ ഒപ്പിട്ടിട്ടാണ് പോകുന്നത്. ഗുണ്ടകള് ഇരിക്കട്ടെ, നമുക്ക് ആവശ്യം വരുമല്ലോ. എന്തെങ്കിലും ആവശ്യത്തിന് ഉമാരെ ഇരിക്കണേ അണ്ണനെ ഗുണ്ട വേണ്ടേ? രാവിലെ അണ്ണന്റെ അവിടെ പുസ്തകം ഗുണ്ടാ ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അതിൽ ഓരോരുത്തരും ഒപ്പിട്ടിട്ട് പോലീസ് സ്റ്റേഷനിലാണ് വെക്കുന്നത്. പോലീസ് സ്റ്റേഷനിലല്ല, ഇത് അണ്ണന്റെ ഗുണ്ടാ ബുക്കുണ്ട്. അവിടെ നിന്ന് ഓരോരുത്തരും ഒപ്പിട്ടിട്ട് അറ്റൻഡൻസ് അണ്ണൻ രാവിലെ. നിങ്ങൾ കഥ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അഡ്വാൻസ് ഇല്ല. അണ്ണൻ ഒരു കാര്യമുണ്ട് കേട്ടാ, അണ്ണൻ അഡ്വാൻസ് ഫസ്റ്റ് ഡേ തന്നെ തരും. ആണോ? അല്ല കഥ അത് അണ്ണൻ വേറെ. അണ്ണൻ ഈ കഥ കേട്ടിട്ട് പിന്നെ ആലോചിക്കാം ഏർപ്പാടില്ല. പിന്നെ വേറെ കാര്യം, അഡ്വാൻസ് ഞങ്ങൾ മാത്രമല്ല, അഡ്വാൻസ് തരുണിയാണെന്ന് മേടിച്ചേ പറ്റൂ. എനിക്കണ്ട അഡ്വാൻസ് മേടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾ കളിക്കും. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധം. തരുണിന് എല്ലാ കാര്യത്തിലും ആത്മാർത്ഥത്തോടെ നിൽക്കും. 10 പൈസ വാങ്ങിക്കും. ശരിയല്ല. ഈ കാര്യത്തിൽ തരുണിയാണ് അഡ്വാൻസ് വാങ്ങിച്ചില്ല, ഞങ്ങൾക്ക് 10 പൈസ വേണേ ഞങ്ങൾ വാങ്ങിക്കില്ല. കർത്താവണത്തെ ഞാൻ ഷൂട്ടിന് എടുത്തില്ല. ഞങ്ങൾ ആരും ഇല്ല ഈ പ്രോജക്റ്റിനില്ല. അതാണ് തരുണിയണ്ണന്റെ വല്ലാത്ത അതാണ് ഗോവിന്ദണ്ണൻ. ശരി നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചോളാം. അണ്ണന് നേരത്തെ പറഞ്ഞു എനിക്ക് ആദ്യം തരുന്നത്. എനിക്ക് ഇതൊക്കെയാണ് എനിക്ക്. സാർ അതാണ് അതിന്റെ കാര്യം എന്ന് പറയാം. സ്നേഹം കൊണ്ട് പറയുന്നു, ഞാനും സ്നേഹം കൊണ്ട് പറഞ്ഞു. ശരി, അപ്പൊ കഥ കഥയാണ് അണ്ണ. മോൻ പറഞ്ഞു മോൻ പറഞ്ഞത് അത് വേറെ ടൈപ്പ്. ആ ടൈപ്പ് അല്ല. പിന്നെ ഇവരുടെ മോൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മക്കളുണ്ട്, അവര് ഇംഗ്ലീഷ് സിനിമ കാണുന്നവരാണ്. അവർക്ക് നല്ല വേഷം കൊണ്ട് അവര് വിളിച്ചു പറഞ്ഞു ഈ ഡിക്രൂസിന്റെ പടമൊക്കെ പൊട്ടുന്ന പടമാണെന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞ ആ ഇംഗ്ലീഷ് പടം കാണുന്നില്ല, ഇംഗ്ലീഷ് പടവും ഈ പടമായിട്ട് താരതമ്യപ്പെടുത്തി. വേറൊരു കാര്യം അറിയോ സാറേ, അത് മക്കൾക്ക് തെറ്റിദ്ധാരണ. അത് ഈ ഡിക്രൂസ് അല്ല, അത് ഇതുപോലുള്ള വേറെ ഡിക്രൂസ്. വേറെ ഡിക്രൂസ് അതാണ് മക്കൾക്ക് അഡ്വാൻസ് കൊടുത്തതിന് ശേഷം വിളിച്ചു പറഞ്ഞാൽ മതി. ഇപ്പൊ വിളിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇവര് ഞാൻ ഇന്നലെ ചോദിച്ചു എന്റെ അടുത്ത്, അതായത് ഞാൻ ചോദിച്ചു ചെമ്മീൻ എഴുതിയാരെന്ന് അറിയാമോ? മണിയായിട്ട് തകഴിന്ന് ഉത്തരം പറഞ്ഞു. അത്ര നാളെയാണ് ഇവരെല്ലാം പറഞ്ഞു. ചെമ്മീന്റെ ഓരോ കാര്യങ്ങൾ, കർത്തമ്മയുടെ സ്നേഹിച്ചാര്, അരിക്കുട്ടി, കല്യാണം കഴിച്ച പളനി, ഇതെല്ലാം പറഞ്ഞു. ഭയങ്കര നോളജാണ് അവർക്ക്. പിന്നെ ചെമ്മീനെ പോലുള്ള പുസ്തകമൊക്കെ വായിച്ചോണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇതിനൊക്കെയുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നത്. കറക്റ്റ് അല്ലേ അണ്ണ കഥ പറയണം. ഇവരെല്ലാം ഇവരുടെ ഭയങ്കര കച്ചവടമാണ് അതൊക്കെ. ഇവനൊക്കെ ഭയങ്കര ആർട്ടിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ താജ്മഹൽ ഉണ്ടായികളെ 7 മിനിറ്റ് കൊണ്ട് ഇന്നാളെ ഒരു താജ്മഹൽ ഉണ്ടാക്കി ഇവിടെ. ഞാൻ കണ്ടിട്ട് അന്തം വിട്ടു. ഞാൻ വിചാരിച്ചു ഞാൻ ആഗ്രയിലെത്തിയിരുന്നു. സാറിന്റെ ആഗ്രഹം പോലെ പിന്നെ താജ്മഹലിൽ നമ്മളവിടെ ചെന്നാൽ മാർബിളിൽ വഴിക്ക് വീഴില്ലേ, ഇവന്റെ സെറ്റിൽ നമ്മൾ വഴിക്ക് വീഴും. അത്ര പോളിഷാണ്. ഇവ എങ്ങനെ ഇവര് ഉണ്ടാക്കുന്നത്? ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ അണ്ണന്റെ ഭാഗ്യമാണ്. കഥ പിന്നെ അണ്ണന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാം? നമ്മളിപ്പോ പടം എടുത്ത് എന്തെങ്കിലും കാരണവശാൽ ചെറിയ നഷ്ടമൊക്കെ വന്നാൽ അണ്ണൻ സഹിക്കും. പോകണ്ടേ? എവിടെ സഹിക്കും? ആര് സഹിക്കും? വെട്ടി കീറിക്കളഞ്ഞു. അല്ല ഓടുമല്ലോ.